രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്. പ്രധാനപ്പെട്ട അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അധ്യായം 11 നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അഷ്ടപതി 11 അധ്യായത്തിലേക്ക്, പ്രധാനപ്പെട്ട അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. പിന്നെ എൻ്റെ രാധേ രാധേ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊരു വീഡിയോ ആയിട്ട് ഞാൻ തുടക്കത്തിൽ ആ ഇൻട്രൊഡക്ടറി വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ എങ്കിലും ഞാൻ പറയുകയാണ്, കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ നിശ്ചയമായും കാണണം. പിന്നെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ നിശ്ചയമായിട്ടും കാണണം.
പിന്നെ അസ്ട്രോളജിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്, അതും കാണണം. നക്ഷത്രഫലവും ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലവും സംശയം ഉണ്ടെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി എന്നെ വിളിക്കാം. പിന്നെ ഇന്നത്തെ ദിവസം പുതിയ ഷർട്ടാണ്. ഇത് എൻ്റെ ഒരു ആരാധകൻ തന്നതാണ്. എന്നോട് കടുത്ത ആരാധനയുള്ള എൻ്റെ എല്ലാ വീഡിയോയും നന്നായി കാണുകയും അതിലെ പല പല കാര്യങ്ങളും മനഃപ്പാടമാക്കി വെക്കുകയും ചെയ്ത കരുനാഗപ്പള്ളിയിലുള്ള ശ്രീജിത്താണ് എനിക്ക് ഈ ഷർട്ട് കൊണ്ടു തന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ മറ്റൊരു ആരാധികയായിട്ടുള്ള എന്നോട് വളരെയധികം സ്നേഹവും ബഹുമാനവുമുള്ള ആരാധിക ആയിട്ടുള്ള വീണ, അപ്പോൾ വീണയുടെ ഫ്രണ്ടാണ്. അപ്പോൾ വീണയോട് ശ്രീജിത്ത് എപ്പോഴും പറയും എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോ എന്ന് പറയും. അങ്ങനെ വീണയാണ് ശ്രീജിത്തിനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വീണയും ശ്രീജിത്തും കൂടെ ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ വന്നു. അങ്ങനെ ഈ ഷർട്ട് എനിക്ക് തന്നു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു. അപ്പോൾ ശ്രീജിത്തെ താങ്ക്സ് കേട്ടോ, വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അങ്ങനെ ഒരു സുഹൃത്തിനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതിന് വീണയ്ക്കും വളരെയധികം നന്ദിയുണ്ട് വീണ. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത് പാടിത്തരുന്നത് നമ്മുടെ റിജിനയാണ്. റിജിനയെക്കുറിച്ച് ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഇത് വന്ദന ശ്ലോകമാണ്. ആ വന്ദന ശ്ലോകം റിജിന അതിമനോഹരമായിട്ട് നിങ്ങളുടെ മുന്നിൽ ആലപിക്കാൻ പോവുകയാണ്. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം നമുക്ക് തുടങ്ങാം. പൂർവം യത്ര സമം ത്വയാ രതിപതേ രാസാദിദാ സിദ്ധയഃ തസ്മിന്നേവ നികുഞ്ജ മന്മദമഹാ തീർത്ഥേ പുനർമാധവഃ ധ്യായം സ്ഥാമനിഷഞ്ജബന്നഭിതവൈ വാലാഭമന്ത്രാവലീം ഭൂയസ്ത്വൽകുജകുംഭനിർഭരപരീ രംഭാമൃതം വാഞ്ചതി. അപ്പോൾ റിജിന അത് പാടി തന്നത് കേട്ടല്ലോ, നോക്കിക്കൊള്ളൂ. പൂർവം യത്ര സമം ത്വയാ രതിപദേ രാസാദിദാ സിദ്ധയാ തസ്മിന്നേവ നികുഞ്ച മന്മദ മഹാതീർത്ഥേ പുനർമാധവ ധ്യായം സ്ത്വാമനിശം ജപന്നബി തവൈ വാലാപമന്ത്രാവലീം ഭൂയസ്ഥൽ കുജ കുംഭ നിർഭര പരിരംഭാമൃതം വാഞ്ചതി. അർത്ഥം എഴുതിക്കോ. പൂർവം, പൂർവം സമം ഇട്ടിട്ട് പണ്ട്, പൂർവം പണ്ട്. എത്ര, എത്ര സമം ഇട്ടിട്ട് ഏതൊരു, ഏതൊരു. സമം ത്വയ, സമം ത്വയ സമം ഇട്ടിട്ട് നിന്റെ കൂടെ. രതിപദേ, രതിയുടെ പതി, രതിപദേ കാമദേവൻ, രതിപദേ കാമദേവൻ. ആസാദിത, അത് ചേർത്തെഴുതുമ്പം അതിനകത്ത് രാസാദിത എന്ന് വരും. ആസാദിത അർത്ഥം പ്രാപിക്കപ്പെട്ട, രാസാദിത പ്രാപിക്കപ്പെട്ട, നമുക്ക് നേടിയെടുത്താന്നർത്ഥം. സിദ്ധയ, സിദ്ധയ സിദ്ധികൾ, സിദ്ധയ സമമിട്ടിട്ട് സിദ്ധികൾ. തസ്മിന്നേവ, ആ തസ്മിൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, അതൊരു സർവനാമമാണ്, അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥങ്ങളൊന്നുമില്ല. അത് പല പല വാക്കുകളുടെ കൂടെ ചേരുന്നതനുസരിച്ച് മാറും. നികുഞ്ച, നികുഞ്ചം വള്ളിക്കുടില്, നികുഞ്ചം വള്ളിക്കുടില്. മന്മദ മഹാതീർത്ഥം അർത്ഥം കാമദേവന്റെ മഹാതീർത്ഥം. മന്മദ മഹാതീർത്ഥം അർത്ഥം കാമദേവന്റെ മഹാതീർത്ഥം. പുനർമാധവ, പുനർ വീണ്ടും, മാധവ ശ്രീകൃഷ്ണൻ, പുനർമാധവ വീണ്ടും ശ്രീകൃഷ്ണൻ. ധ്യായം ധ്യാനിച്ചുകൊണ്ട്, ധ്യായം ധ്യാനിച്ചുകൊണ്ട്. അനിശം, അനിശം എല്ലായ്പ്പോഴും, അനിശം എല്ലായ്പ്പോഴും. ധ്യായം സ്ത്വാമനിശം, അപ്പോൾ ധ്യായം സ്ത്വാമനിശം ഒന്ന് ചേർത്തെഴുതണം. എപ്പോഴും ധ്യാനിച്ചുകൊണ്ട്, എപ്പോഴും. ധ്യായം സമം ധ്യാനിച്ചുകൊണ്ട്, അനിശം സമം എല്ലായ്പ്പോഴും. ഇനി ചേർത്തെഴുതുക. ധ്യായം സ്തമനിശം എപ്പോഴും ധ്യാനിച്ചുകൊണ്ട്. ജപന്നബി, ജപന്നബി ജപിച്ചുകൊണ്ട്, ജപന്നബി ജപിച്ചുകൊണ്ട്. ആലാപമന്ത്രാവലി,
ആലാപ മന്ത്രാവലി. അർത്ഥം സംഭാഷണങ്ങളാകുന്ന മന്ത്രങ്ങളുടെ കൂട്ടം. സംഭാഷണങ്ങളാകുന്ന മന്ത്രങ്ങളുടെ കൂട്ടം. ഭൂയ, ഭൂയ വളരെയധികം, ഇംഗ്ലീഷിൽ മച്ച്, മെനി എന്ന് പറയുന്നത്. കുജകുംഭ മാറിടങ്ങളാകുന്ന കുടങ്ങൾ. കുജകുംഭ മാറിടങ്ങളാകുന്ന കുടങ്ങൾ. നിർഭര, നിർഭര വർദ്ധിച്ച, നിർഭര വർദ്ധിച്ച. പരിരംഭാമൃതം, പരിരംഭം ആലിംഗനം, ആലിംഗനമാകുന്ന അമൃതം. വാഞ്ചതി, വാഞ്ചതി ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം പറഞ്ഞു തന്നിട്ട് ഞാൻ വളരെ വിശദമാക്കി പറഞ്ഞു തരാം. പറയുകയാണ് തോഴി, അല്ലയോ രാധേ, മുൻപ് എവിടെ വെച്ചാണോ ഭവതിയുടെ കൂടെ കാമദേവനെ സംബന്ധിക്കുന്ന സിദ്ധികളാകുന്ന രാധയുടെ കൂടെ ഇരുന്നിട്ട് കൃഷ്ണൻ കാമദേവന്റെ ചില സിദ്ധികളുണ്ട്, ആലിംഗന ചുംബനാദികൾ, അത് നേടിയത് ആ വള്ളിക്കുടിലുകളാകുന്ന മന്മഥ മഹാതീർത്ഥത്തിൽ വെച്ചു തന്നെ ശ്രീകൃഷ്ണൻ വീണ്ടും ഭവതിയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതൊരു സ്ഥലത്ത് വെച്ചാണോ രാധേ കൃഷ്ണൻ നിന്നെ കെട്ടിപ്പിടിക്കുകയും നിന്നെ ചുംബിക്കുകയും നിന്നെ താലോലിക്കുകയും ചെയ്ത് കാമദേവന്റെ ലീലകൾ നിന്നിലൂടെ അഭ്യസിച്ചത്, അതേ സ്ഥലത്ത് തന്നെ കൃഷ്ണൻ അല്ലയോ രാധേ നിന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല രാധേ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ രതിലീലകളാടുമ്പോഴും നീ എന്തൊക്കെ കാര്യങ്ങൾ കൃഷ്ണനോട് പറഞ്ഞോ കൃഷ്ണൻ ആ വാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ മനുഷ്യരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ നമ്മൾ പ്രണയിക്കുമ്പോഴും രതിലീലകളാടുമ്പോഴും പിന്നെ നമ്മൾ പുരുഷൻ സ്ത്രീയെ വിളിക്കുകയാണ് എൻ്റെ പൊന്നെ, എൻ്റെ കണ്ണാ. അതേ കണക്ക് സ്ത്രീയും വിളിക്കുകയാണ് എൻ്റെ പ്രാണനെ, എൻ്റെ പൊന്നെ. അങ്ങനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൃഷ്ണൻ വീണ്ടും ഇങ്ങനെ രാധാറാണി പ്രണയം കൂടുമ്പോൾ തന്നെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടോ അതൊക്കെ പിന്നെ കൃഷ്ണൻ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അത് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നു മാത്രവുമല്ല രാധേ, നിന്റെ മാറിടങ്ങളെ നന്നായി കെട്ടിപ്പുണരുന്ന അങ്ങനെ നന്നായി കെട്ടിപ്പുണരുന്നു എന്ന് കൃഷ്ണൻ വിചാരിക്കുന്നു. കാരണം രാധേ, നിന്റെ മാറിടങ്ങളെ കെട്ടിപ്പുണർന്നാൽ കൃഷ്ണന് മോക്ഷം ലഭിക്കും. അപ്പൊ കൃഷ്ണന്റെ മോക്ഷം രാധേ നിന്റെ മാറിടങ്ങളിലാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ആഗ്രഹം എന്താണെന്ന് തോഴി രാധാറാണിയെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് സഖി രാധാറാണി കൃഷ്ണന്റെ അവസ്ഥ കേട്ട് ബോധം കെട്ടു വീണു. അപ്പോൾ സഖി ജലം തളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനി കൃഷ്ണന്റെ ഗുണഗണങ്ങളാകുന്ന ജലം പകർന്നു കൊടുക്കുകയാണ് വീണ്ടും. അപ്പൊ എന്താ പറയുക, അങ്ങനെ രാധാറാണിയെ പൂർണ്ണ സുബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലയോ രാധേ, കൃഷ്ണൻ കാമസിദ്ധികൾ നേടിയത് നിന്നിൽ നിന്നാണ്. എന്തൊക്കെയാണ് കാമസിദ്ധികളെന്ന് പറയുന്നത്? കാമസിദ്ധികളെന്ന് പറയുന്നത് ആലിംഗനം, ചുംബനം, ദേഹം മുഴുവനുമുള്ള തലോടല്, കുജങ്ങളെ മർദ്ദിക്കല്, കുജം എന്ന് പറഞ്ഞാൽ മാറിടങ്ങളെ മർദ്ദിക്കല്, ചുണ്ടുകളെ ചുംബിക്കുക, ചുണ്ടുകളിലെ തേനുകൾ ഊറിയെടുക്കുക, തലമുടികൾ തലോടുക, ശരീരമാസകലം ചുംബനം കൊണ്ട് പൊതിയുക, ഇത്തരത്തിലുള്ള സകലമാന കാമസിദ്ധികളും, അതായത് ശിരസ് മുതൽ നെറ്റി, കണ്ണ്, മൂക്ക്, ചുണ്ട്, കഴുത്ത്, മാറിടം, വയറ്, അങ്ങനെ പാദം വരെ ചുംബിക്കുകയും പാദത്തിൽ നിന്ന് തിരിച്ച് നെറ്റി വരെ ചുംബിക്കുകയും അങ്ങനെ ചുംബിക്കുന്ന സിദ്ധികൾ, കാമസിദ്ധികൾ, ആ സിദ്ധികൾ രാധേ കൃഷ്ണൻ നിന്നിൽ നിന്ന് നേടിയത് യമുനയുടെ തീരത്തെ വള്ളിക്കുടിലിൽ വെച്ചാണ്. ആ വള്ളിക്കുടില് അത് സത്യത്തിൽ അവിടെ യമുനയുടെ തീരമാണ്, അത് കാമദേവന്റെ മഹാതീർത്ഥമാണ്. അവിടെ നിന്നെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണ് കൃഷ്ണൻ എന്ന്
പറഞ്ഞാൽ കൃഷ്ണൻ നിന്നെ ആ വള്ളിക്കുടലിൽ വെച്ച് കെട്ടിപ്പിടിച്ചതും ഗാഠമായി ചുംബിച്ചതും നിന്റെ മാറിടങ്ങളെ തലോടിയതും നിന്റെ വയറുകളെ തലോടിയതും നിന്റെ പാദങ്ങൾ വരെ ഉമ്മ വെച്ചതും അങ്ങനെ നീയുമായി ഉണ്ടായിട്ടുള്ള ഓരോ ലീലകളെയും ഓർത്ത് കൃഷ്ണൻ നിന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. നീ കൃഷ്ണനോട് പണ്ട് ഒന്നിച്ചിരുന്നപ്പോൾ കൃഷ്ണനോട് പ്രണയപരവശമായി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ കൃഷ്ണൻ ഇവിടെ ഉരുവിടുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ജയദേവ കവി ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തെ അല്ലേ ധ്യാനിക്കുന്നത്. അപ്പൊ ധ്യാനിക്കുമ്പോൾ ഉരുവിടുന്ന എല്ലാം ആരാണ്? മന്ത്രങ്ങളുമാണ്. ഇവിടെ കൃഷ്ണൻ രാധാറാണിയെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് രാധാറാണിയാണ് കൃഷ്ണന്റെ ദൈവം. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാധാറാണി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഉരുവിടുകയാണ്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധാറാണിയുടെ വായിൽ നിന്ന് എന്തു വീണാലും കൃഷ്ണൻ അത് മന്ത്രങ്ങളാണ്. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കുമ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ തെളിയുന്നത് കൃഷ്ണന്റെ ദൈവം ആരാണ്? രാധയാണ്. നമ്മുടെയൊക്കെ ദൈവം കൃഷ്ണനും കൃഷ്ണന്റെ ദൈവം ആരാണ്? രാധയും. രാധയുടെ വായിൽ നിന്ന് വീഴുന്ന പ്രണയ വാക്കുകൾ പോലും മന്ത്രങ്ങളാണ്. രാധ കൃഷ്ണനെ ശകാരിക്കുന്ന വാക്കുകൾ പോലും മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളും ജപിച്ച് രാധയെ കൃഷ്ണനെ നിന്നെയും ഓർത്ത് അങ്ങനെ ആ നികുഞ്ചത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നീ വളരെ വേഗം ചെല്ലണമെന്നാ പറയുന്നത്. അങ്ങനെ കൃഷ്ണൻ രാധാറാണിയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. രാധയെ അത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നോക്കൂ, ആ വള്ളിക്കുടിലിൻ്റെ ദേവത, ആ വനത്തിൻ്റെ ദേവത അത് നീയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആ ദേവതയായ നിന്നെ സിദ്ധിച്ചാൽ മാത്രമേ കാമസിദ്ധി കിട്ടൂ എന്ന് കൃഷ്ണൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കാമദേവനല്ല, രാധയെ നിന്നെ ധ്യാനിക്കണം. നിന്നെ ധ്യാനിച്ചു കഴിഞ്ഞാലേ കാമസിദ്ധികൾ ലഭിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൃഷ്ണനാകട്ടെ കാമസിദ്ധികൾ വേണം താനും എന്നു മാത്രവുമല്ല, കൃഷ്ണന് മോക്ഷം കിട്ടണം. മോക്ഷം കിട്ടണമെങ്കിൽ നിന്റെ മാറിടങ്ങളാകുന്ന കുടങ്ങളെ ഇറുക പുണരണം. ആ മാറിടങ്ങളാകുന്ന കുടങ്ങൾ തൻ്റെ നെഞ്ചിൽ അമർത്തി പൊട്ടിക്കണം. കാരണം ആ മാറിടങ്ങളിൽ അമൃതാണെന്നാണ് കൃഷ്ണൻ വിശ്വസിക്കുന്നത്. അമൃതാണ് ആ മാറിടങ്ങളിൽ ഇരിക്കുന്നത്. നിന്റെ ഉയർന്ന വൃത്താകൃതിയിലെ മാറിടങ്ങളെ ഇരു കൈകൊണ്ടും ഇറുക പുണരുമ്പോൾ തനിക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രാധയെ നിന്റെ വൃത്താകൃതിയിലുള്ള മാറിടങ്ങളെ കൃഷ്ണൻ പുണരുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിക്കുക. കൃഷ്ണൻ വിചാരിക്കുന്നത് നിന്റെ മാറിടങ്ങളാകുന്ന കുടങ്ങളെ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിക്കുന്നു, കൈകൾ കൊണ്ട് വാരി പുണരുന്നു. അങ്ങനെ പുണരുമ്പോൾ നിന്റെ മാറിടങ്ങളാകുന്ന കുടങ്ങളിൽ നിന്ന് അമൃത് പ്രവഹിക്കും. ആ അമൃതിൽ കൃഷ്ണന് മോക്ഷം ലഭിക്കും. അതുകൊണ്ട് രാത്രിയും പകലുമെല്ലാം കൃഷ്ണൻ നിന്നെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്. വേഗം ചെല്ലൂരാതെ, വേഗം ചെന്ന് കൃഷ്ണന് മോക്ഷം ലഭിക്കൂ എന്നാണ് ഇവിടെ ആര് പറഞ്ഞിരിക്കുന്നത്? ജയദേവ കവി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വന്ദന ശ്ലോകം. ഇത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് റിജിന പാടിത്തരും. അതിനുശേഷം അധ്യായം 11. അധ്യായം 11 ഒന്നാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായതുകൊണ്ട് തന്നെ അത് അതിമനോഹരമായിട്ടൊന്നുമല്ല, ആവുന്ന വിധത്തിലൊക്കെ ഒപ്പിച്ച് അതും പാടിയിട്ടുണ്ട്. അത് രണ്ടും കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പദ്യം 11 പ്രധാനപ്പെട്ട പദ്യം, നമ്മുടെ ധീരസമീരേ യമുനാ തീരെ എന്ന പ്രശസ്തമായ ആ പദ്യം നിങ്ങൾക്ക് ഞാൻ ആഴത്തിൽ പഠിപ്പിച്ചു തരുന്നതാണ്. പൂർവം യത്ര സമം ത്വയാ രതിപതേ രാസാദിദാ സിദ്ധയഃ തസ്മിന്നേവ നികുഞ്ജമന്മദമഃ
തീർത്ഥേ പുനർമാധവഃ ധ്യായം സ്ഥാമനിഷഞ്ജബന്നഭിതവൈ വാലാഭമന്ത്രാവലീം ഭൂയസ്ത്വൽകുജകുംഭനിർഭരപരീ രംഭാമൃതം വാഞ്ചതി രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം ന കുരുനിദംബിനി ഗമനവിളംബനമനുസരദം ഹൃദയേശം ന ഗുരുനിദംബിനി ഗമനവിളംബനമനുസരദം ഹൃദയേശം രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോദരമർദന ചഞ്ചലകരയുഗശാലി ഗോപീപീന പയോദരമർദന ചഞ്ചലകരയുഗശാലി രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം കൃഷ്ണ 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 അപ്പോൾ ആ ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾ പാടിയത് കേട്ടല്ലോ. എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. തൽക്കാലം സഹിക്കുക, വേറെ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു തരാം. രതി സുഖ സാരേ ഗതമപി സാരേ മദന മനോഹര വേഷം ന കുരു നിദംബിനി ഗമന വിളംബന മനുസരദം ഹൃദയേശം ധീര സമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ഗോപി പീന പയോധരമർദ്ദന ചഞ്ചല കരയുഗശാലി. ഇതാണ് ഞാൻ നിർത്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ അർത്ഥങ്ങൾ എഴുതിക്കോളൂ. എഴുതിക്കോ. രതി സുഖ സാരേ. അർത്ഥം എഴുതിക്കോ. രതി സുഖ സാരേ. രതി സുഖത്തിനായി എന്നാണ് അർത്ഥം. രതി സുഖത്തിനായി. അടുത്തത് ഗതമപി സാരേ. ഗതമപി സാരേ. അർത്ഥം എഴുതിക്കോ. ഇണയോട് ചേരുന്നതിനായി പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക. ഇണയോട് ചേരുന്നതിനായി പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുകയാണ്, എൻ്റെ കാമുകിയെടുത്ത് ഞാൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ ഒരു 3 മണിയാകുമ്പം ബീച്ചിൽ വരാം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ബീച്ചിൽ വരാമെന്ന്. ആ സ്ഥലത്തേക്ക് ചെല്ലുന്നതിനെയാണ് ഗതമപി സാരേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മദന മനോഹര വേഷം. മദന മനോഹര വേഷം. അർത്ഥം എഴുതിക്കോ. രതി വികാരമുണർത്തുന്ന വേഷം. രതി വികാരമുണർത്തുന്ന വേഷം. അടുത്തത് ന കുരു വരുത്തരുത്. ന കുരു വരുത്തരുത്.
നിതംബിനി, നിതംബിനി സുന്ദരി, നിതംബിനി സുന്ദരി. ഗമന വിളംബം, ഗമനം എന്ന് പറഞ്ഞാൽ പോകുവാൻ, വിളംബം താമസം. അപ്പൊ ഗമന വിളംബം, പോകുവാൻ താമസം ഉണ്ടാകരുത്. അനുസരതം, അനുസരതം പിന്തുടരൽ, അനുസരതം പിന്തുടരൽ. ഹൃദയേശം, അർത്ഥം പ്രാണേശ്വരൻ, പ്രാണേശ്വരൻ. ധീര സമീരേ, ധീരം ശാന്തം, സമീരം കാറ്റ്. ധീര സമീരേ, ശാന്തമായ കാറ്റ്, അതായത് ഇളം കാറ്റ്. വസതി വനേ, വനത്തിൽ വസിക്കുന്ന, വനത്തിൽ താമസിക്കുന്ന. വനമാലി, വനമാല ധരിച്ചവൻ. നമ്മൾ പറഞ്ഞു പലതരം പൂക്കൾ കൊണ്ട്, ഒരിക്കലും വാടാത്ത പൂക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അതിൻ്റെ നടുക്ക് കടമ്പിൻ പൂക്കളായിരിക്കും. ഗോപി, ഗോപി ഗോപികമാർ. പീന പയോധരം, പീന പയോധരം തടിച്ച മാറിടങ്ങൾ. അപ്പം ഗോപി പീന പയോധരം, അർത്ഥം ഗോപികമാരുടെ തടിച്ച മാറിടങ്ങൾ. മർദ്ദന, മർദ്ദിക്കുമ്പോൾ. അതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല, മാറിടങ്ങളിൽ പിടിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മർദ്ദിക്കുമ്പോൾ, അല്ല നമ്മൾ ആൾക്കാർ തമ്മിൽ ഇടികൂടുകയോ പോലീസൊക്കെ കൊണ്ടുപോയി മർദ്ദിക്കുകയോ ചെയ്യുന്ന മർദ്ദനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചഞ്ചല, ചഞ്ചല ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചഞ്ചല ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇളകുന്ന. കരയുഗശാലി, കൈകളോട് കൂടിയവൻ. ചഞ്ചല കരയുഗശാലി. കൃഷ്ണന്റെ കൈകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. കാരണം കൃഷ്ണൻ എപ്പോഴും ഗോപികമാരെ അടുത്ത് കിട്ടിയാൽ അവരുടെ മാറിടങ്ങളെ കൈകൊണ്ട് തലോടുകയും കൈകൊണ്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ വിരലുകൾ ഇങ്ങനെ ചലിക്കും മാറിടം പിടിക്കുമ്പോൾ. അതുകൊണ്ട് ഗോപികമാരില്ലാത്തപ്പോൾ പോലും കാമചിന്ത വരുമ്പോൾ കൃഷ്ണന്റെ വിരലുകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്കേ. രതിസുഖത്തിനായി വരാൻ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയവനും കാമദേവനെ അതിശയിപ്പിക്കുന്ന മനോഹര വേഷം ധരിച്ചവനും ആയ നിന്റെ പ്രാണേശ്വരന്റെ സമീപത്തേക്ക് നീ ചെന്നാലും, അല്ലയോ സുന്ദരി, യാത്രയ്ക്ക് അല്പം പോലും താമസം വരുത്തരുത്. ഇളം കാറ്റു വീശുന്ന യമുനാ നദിയുടെ കരയിലുള്ള കാട്ടിൽ വസിക്കുന്നവനും ഗോപസ്ത്രീകളുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കുവാനായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കൈകളോടു കൂടിയവനും വനമാല ധരിച്ചവനുമായ ശ്രീകൃഷ്ണൻ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ രാധാറാണിയുടെ സഖി ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ചെല്ലാൻ രാധാറാണിയെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ശ്ലോകമെന്ന് പറയുന്നത്. അപ്പോൾ രാധാറാണിയുടെ സഖി രാധാറാണിയോട് പറയുകയാണ്, നോക്കൂ, നീയുമൊത്ത് രതിലീലകളാടാൻ, കാമകേളികളാടാൻ കൃഷ്ണന് തീവ്രമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വനത്തിൽ എത്തിയിരിക്കുന്നു. എന്നിട്ട് തോഴി വനത്തിൽ എവിടെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് കൃത്യമായ സ്ഥലവും പറയുന്നു. ആ സ്ഥലം ജയദേവ കവി ശ്ലോകത്തിൽ കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. എവിടെയാണ് എത്തിയിരിക്കുന്നത്? യമുനയുടെ തീരത്തെ വേദസി വനത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ രാധാറാണിയുമൊത്ത് രതിലീലകളാടാനുള്ള തീവ്രമായ ആഗ്രഹത്താൽ യമുനാ നദിയുടെ തീരത്തുള്ള വേദസി നദിയുടെ തീരത്ത് വനമാലയുമൊക്കെ അണിഞ്ഞ് കൃഷ്ണൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നോക്കൂ രാധേ, അവൻ അതിമനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്, നിന്നെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. രാധേ, ഈ വേഷത്തിൽ അവനെ ആര് കണ്ടാലും മോഹിച്ചു പോകും. മന്മഥനെ, കാമദേവനെ വെല്ലുന്ന സൗന്ദര്യത്തിലാണ് ഈ വസ്ത്രത്തിൽ അവൻ ശോഭിച്ചിരിക്കുന്നത്. അല്ലയോ രാധേ, നിനക്ക് വേണ്ടിയല്ലേ കൃഷ്ണൻ ഇത്രയും മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
പ്രിയ സഖി രാധേ, നീ വേഗം കാമപരവശനായിരിക്കുന്ന കൃഷ്ണന്റെ അടുക്കലേക്ക് നീ ചെന്നാലും ഇവിടെ രാധാറാണിയെ സുന്ദരി എന്ന് വിശേഷിപ്പിക്കാൻ നിതംബിനി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. നിതംബിനി എന്നതിന് സുന്ദരി എന്നും തടിച്ച നിതംബത്തോടു കൂടിയവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഒരർത്ഥത്തിൽ അല്ലയോ സുന്ദരി നീ വേഗം ചെന്നാലും, രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നിതംബിനിയാണ്, അതായത് തടിച്ച നിതംബം ഉള്ളതാണ്, വീതിയേറിയ നിതംബമാണ് രാധാറാണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇടുപ്പിൻ്റെ ഭാരം മൂലം നടത്തത്തിന് വേഗത കുറയും. നിതംബത്തിന് വീതിയില്ലാത്ത സ്ത്രീകൾ നടക്കുന്ന അത്രയും വേഗത്തിൽ രാധയെ നിനക്ക് കൃഷ്ണന്റെ അടുക്കൽ പോകാൻ കഴിയില്ല. നിന്റെ നിതംബം തടിച്ചതാണ്. അതുകൊണ്ട് നീ നടക്കുമ്പോൾ നടത്തത്തിന് വേഗത കുറയും. ഒരു നിമിഷം പോലും അതുകൊണ്ട് പാഴാക്കാനായിട്ടില്ല. ഇപ്പം തന്നെ പുറപ്പെട്ടാൽ വളരെ വേഗം നിനക്ക് കൃഷ്ണന്റെ സമീപത്ത് എത്താൻ കഴിയും. എന്നിട്ട് രാധയെ നിനക്ക് കൃഷ്ണനുമായിട്ട് തൃപ്തി വരുന്നതുവരെ കാമകേളികളിൽ നീ കാമകേളികൾ ആടാൻ കഴിയും. അപ്പൊ യമുനയുടെ തീരത്തെ വേദസി വനത്തില് എപ്പോഴും ഇങ്ങനെ തണുത്ത കാറ്റ് വീശും ധീരസമീരൻ ഉണ്ടോ? അവൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ആ കാറ്റിൻ്റെ തണുപ്പേറ്റാൽ കാമവികാരം താനേ ഉണരും. അതുകൊണ്ടാണ് കൃഷ്ണൻ വേദസി നദിയുടെ തീരത്ത് പോയിരിക്കുന്നത്. രാധേ, നീ ആ ധീരസമീരനെ ഏറ്റാൽ, ആ കുളിർ കാറ്റേക്കുമ്പോൾ നിന്റെ ഉള്ളിൽ മോഹം വന്ന് നീ അറിയാതെ രാധേ അവൻ്റെ നെഞ്ചിലേക്ക് ചായും. അപ്പൊ രാധേ, ആ കള്ളക്കണ്ണനുണ്ടല്ലോ, അവൻ നിന്റെ തടിച്ച മാറിടങ്ങളെ താലോലിച്ച് രതിലീലയുടെ കൊടുമുടിയിൽ, രതിസുഖത്തിൻ്റെ കൊടുമുടിയിൽ നിന്നെ കൊണ്ട് എന്നെത്തിക്കും. കാരണം ഈ കൃഷ്ണനുണ്ടല്ലോ ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കുന്നവനാണ്. കൃഷ്ണൻ പലപ്പോഴും ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ കൈകൊണ്ട് തലോടി വിരലുകൾ കൊണ്ട് ഉണർത്തി രസിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് രാധേ, അവൻ്റെ വിരലുകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അവൻ എന്തോന്ന് പ്രിയപ്പെട്ടതാണ് മാറിടം തലോടുന്നതെന്നറിയാമോ? അതുകൊണ്ട് നോക്കൂ രാധേ, ഇപ്പോഴും അവൻ്റെ വിരലുകൾ ചലിക്കുകയാണ്. എന്തിനു വേണ്ടി ചലിക്കുകയാണ് രാധേ? അവൻ നിന്റെ മാറിടമാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നിന്റെ വൃത്താകൃതിയായ മാറിടത്തില് തലോടുന്നതും, നിന്റെ വൃത്താകൃതിയായ മാറിടത്തില് വിരലുകൾ കൊണ്ട് അവൻ കരവിരുതുകൾ കാണിക്കുന്നതും, നിന്റെ വൃത്താകൃതിയിലുള്ള മാറിടത്തെ മുറുകെ അമർത്തി പിടിക്കുന്നതും മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ്റെ വിരലുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രാധേ. അവൻ അത്രയ്ക്ക് കാമപരവശനാണ്. വേഗം ചൊല്ലൂ. അവൻ നിന്റെ ശരീരമാസകലം തഴുകി തലോടി, നിന്റെ മാറിടങ്ങളെ തലോടി, നിന്നിലെ കാമവികാരത്തെ ഉണർത്തി അതിൻ്റെ മൂർധന്യതയിൽ കൊണ്ടുചെന്ന് രതിമൂർച്ചയിലെത്തിക്കും. അതനുഭവിക്കാൻ പ്രിയ സഖി രാധേ വേഗം ചൊല്ലൂ. കണ്ടോ? ഇനി ഒരിക്കൽ കൂടെ നോക്കേ. രതിസുഖസാരേ, രതിസുഖം അനുഭവിക്കാൻ, ഗതമഭിസാരേ, വേഗം ചൊല്ലൂ. അവിടെ ആരുണ്ട്? മദന മനോഹര വേഷം, അതിമനോഹരമായി കാമദേവനെ പോലും തോൽപ്പിക്കുന്ന വേഷം ധരിച്ചവൻ. ന കുരു നിതംബിനി ഗമന വിളംബന, അല്ലയോ സുന്ദരി, ഒരു കാരണവശാലും അവിടെ പോകുന്നതിന് ഇനി താമസമരുതേ. അനുസരിതം ഹൃദയേശം, നിന്റെ ഹൃദയേശനെ ഓടിച്ചെന്നു കാണൂ. ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി,
ആ ശാന്തമായ കാറ്റേറ്റ് കാമവികാരങ്ങളെ ഉണർത്തുന്ന അന്തരീക്ഷമുള്ള ആ സ്ഥലത്ത് കൃഷ്ണൻ വനമാലയും അണിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? ഗോപി പീന പയോധര, ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദന ചഞ്ചല കരയുഗശാലി. രാധേ കൃഷ്ണൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ വേദസീ വനത്തിൽ ഇരിക്കുകയാണ്. അവിടെ ധീര സമീരൻ കുളിർ കാറ്റുകൾ വീശുന്നു. ആ കാറ്റ് കാമരസമുണ്ടാക്കും. അവനാകട്ടെ ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളിൽ അമർത്തി പിടിക്കുകയും തലോടുകയും വിരലുകൾ കൊണ്ട് അവരുടെ മാറിടങ്ങളിൽ കരവിരുതുകൾ കാണിച്ച് അവരുടെ രതിവികാരത്തെ ഉണർത്തുകയും ചെയ്യുന്ന ഓർമ്മയിൽ നിന്റെ മാറിടങ്ങളെ തലോടാൻ വേണ്ടി അവൻ്റെ വിരലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം ചെല്ലൂ എന്നാണ് അർത്ഥം. ഇതിന് റിജിനയും ഞാൻ ഒരിക്കൽ കൂടി പാടുന്നത് കേൾക്കുക. അതിനുശേഷം അപ്പോൾ പാടുന്നത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ഇത് അതിപ്രധാനമാർന്ന ശ്ലോകങ്ങളുമായി വീണ്ടും വരികയാണ്. ഇനി മുതൽ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളും വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുമാണ്. വീട്ടിൽ പാടുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരുടെ സകല പിണക്കങ്ങളും അവസാനിപ്പിക്കുന്ന രതിലീലകളിലേക്ക് കടക്കുകയാണ്. ഒരു കാരണവശാലും അത് മിസ്സാക്കരുത്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ. പൂർവം യത്ര സമം ത്വയാ രതിപതേ രാസാദിദാ സിദ്ധയഃ തസ്മിന്നേവ നികുഞ്ജ മന്മദമഃ തീർത്ഥേ പുനർമാധവഃ ധ്യായം സ്ഥാമനിഷഞ്ജബന്നഭിതവൈ വാലാഭമന്ത്രാവലീം ഭൂയസ്ത്വൽകുജകുംഭനിർഭരപരീ രംഭാമൃതം വാഞ്ചതി. രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം. രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം. ന കുരു നിദംബിനി ഗമന വിളംബനമനുസരതം ഹൃദയേശം. ന ഗുരു നിദംബിനി ഗമന വിളംബനമനുസരതം ഹൃദയേശം. രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം. ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. ഗോപീപീന പയോധരമർദന ചഞ്ചല കരയുഗശാലി. ഗോപീപീന പയോധരമർദന ചഞ്ചല കരയുഗശാലി. രതിസുഖസാരേ ഗതമപി സാരേ മദന മനോഹര വേഷം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ